ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. വെറുതെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ചെയ്യുന്നതാണ്, ഒരിടത്തും പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. തയ്ക്കാൻ വേണ്ടി ഒരു സാരി അന്വേഷിച്ച് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ എനിക്ക് തന്നതാണ് ഈ സാരിയുടെ ഫ്ലാഷ് ബാക്ക് കേട്ടപ്പോൾ എന്നാൽ പിന്നെ വെട്ടിക്കൊളാക്കും മുമ്പേ ഒന്ന് ഉടുത്ത് കൊളാക്കിയാലോ എന്നൊരാഗ്രഹം തോന്നി. എന്തെന്ന് വെച്ചാൽ ഈ സാരി എൻ്റെ 28-ന് നൂല് കെട്ടിന് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ പ്രായമുള്ള സാരിയാണ്. അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ സാരി ഒന്ന് ഉടുത്ത് നോക്കണമെന്ന് തോന്നി. സാരിയൊന്നും അധികം ഉടുക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അതിന് പറ്റിയ ബ്ലൗസൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഇതിലൊരു ക്രോപ്പ് ടോപ്പ് വെച്ച് ഈ 2 ഒരെണ്ണം വെച്ച് ഉടുത്ത് നോക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു ക്രോപ്പ് ടോപ്പ് സെലക്ട് ചെയ്തിട്ട് സാരി പോയി ഉടുത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടുത്ത് കൊളാക്കി വെച്ചിട്ടുണ്ട്. സാരിയൊന്നും ഞാൻ ഉടുക്കാത്തതുകൊണ്ട്, ആദ്യമായിട്ട് ഉടുക്കുന്ന സാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്കിലാണ് എനിക്ക് വന്നിട്ടുള്ളത് സാരി ഉടുത്തപ്പോഴത്തേക്കും. ഇനി നമുക്ക് മുഖത്ത് കുറച്ച് പുട്ടിയൊക്കെ വാരി അടിക്കാം. അങ്ങനെ ഞാൻ ക്രീമൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഒരു ഐലൈനറൊക്കെ വരച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും വാരി വരച്ചില്ല, ജസ്റ്റ് താഴെ മാത്രം ഒരു ഐലൈനർ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ നമ്മൾ ഈ സിനിമയിൽ സീരിയലിലൊക്കെ കാണുന്നത് പോലെ ഓൾറെഡി വരച്ച കണ്ണിലേത് കൂർത്ത നഖമുള്ള വിരൽ കൊണ്ട് ഒന്നുകൂടി അതിൻ്റെ പുറത്ത് വരയ്ക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഒരു രസം, ആ നഖം കയറി കണ്ണി കുത്തിയെങ്കിലും അതേ രസം ഉണ്ടായിരുന്നേനെ. അപ്പം ഞാൻ താഴെ മാത്രം ഇങ്ങനെ ഒന്ന് ഐലൈനർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ 2 കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടതിന് ശേഷം തലമുടി ഞാൻ കെട്ടുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു വകുപ്പെടുത്തതിന് ശേഷം എല്ലാം കൂടെ പിടിച്ചൊരു ബണ്ണിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹോളിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ഇങ്ങനെ വെക്കുകയാണ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അവിടെ നിന്ന് കുറച്ച് മുടിയൊക്കെ പറക്കി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ കുറച്ച് കരിവള, ഈ കറുത്ത കുപ്പിവള ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ കയ്യിൽ ഞാൻ ഒരു വാച്ചും കെട്ടിയിട്ടുണ്ട്.